Hello, good morning, dear friends. Have some related to next video. Here we are new video physical stock. Have any changes in our already stock book and the physical stock? Then we can use the physical stock voucher. Actual stock physically less or more. In the case of book, computer book or manual book. Have any changes in your original stock? To adjust the stock with the help of physical stock journal. If we have some changes in actual stock and a computer stock which is verified or counted, that is stock book and the physical stock do not match, then we can use the physical stock voucher to adjust the stock or original stock. Physically count the original stock, how much this, add to the physical stock voucher. Physical stock voucher will be useful for recording purposes only if you have configured inventory vouchers to ignore physical stock differences. How to select from voucher? To view the physical stock verification window from Gateway of Tally inventory vouchers. Then select F10, function key F10 to select the physical stock, or use the mouse or key 10 bar press Alt F10. Once you enter the physical stock entry, you press the actual stock, your physical stock, displayed as actual stock in the stock summary from the date of that entry to be entered. We check how to input the physical stock. First you select Gateway or Tally inventory stock voucher. You look at the comment box. Physical stock voucher already on ആണ്. Physical stock ഇവിടെ നമ്മൾ സ്റ്റോക്ക് ജേണൽ ഇൻപുട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ നമുക്കിവിടെ ഫിസിക്കൽ സ്റ്റോക്ക് കാണാം. Alt F10 കിടക്കുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റോക്ക് Alt F10 ആണ്. ഇവിടുന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെ ഫംഗ്ഷൻ കീ Alt F10 പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടിയത് ഫിസിക്കൽ സ്റ്റോക്ക് ജേണലാണ്. ഓൾറെഡി ഞാൻ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. യു ലുക്ക് ദ നെയിം ഓഫ് ഐറ്റം ഒനിഡ TV. നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ഒരു സ്റ്റോക്ക് നേരത്തെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, റിജക്റ്റ് ചെയ്ത് വന്നിരുന്നു, അത് ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ സ്റ്റോക്ക് ഒറിജിനൽ സ്റ്റോക്കിൽ അത്രയില്ല. ആ ഒരെണ്ണം ഞാൻ റിഡക്റ്റ് ചെയ്ത് ഒറിജിനൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പേസ് ബാർ കിട്ടിയ ഏതൊക്കെ ഐറ്റമാണ് ഒറിജിനൽ സെറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഓൾറെഡി ഇവിടെ കാണാം. നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. TV LED 32 ആയിരുന്നു. അത് ഏത് ഗോഡൗൺ, മൾട്ടി ഗോഡൗൺ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഏത് ഗോഡൗണിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കുക. ഗോഡൗൺ സ്പേസ് ബാർ തട്ടിയാൽ നിങ്ങളെ ഗോഡൗൺ കിട്ടും. നമ്മൾ ഗോഡൗൺ 1-ലായിരുന്നു, സെൻറ്ററിലായിരുന്നു സ്റ്റോക്ക് വെച്ചിരുന്നത്. ബാച്ച് വൈസ് ഡീറ്റെയിൽസ്, ലോട്ട് നമ്പറൊക്കെ പ്രൊഡക്ഷൻ സെൻറ്ററാണ്, അതുണ്ട്. മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കാം. അത് നമ്മൾ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് ഡേറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ കൊടുക്കാം. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞത് നമുക്കവിടെ വെച്ചേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്റ്റോക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതെല്ലാം കൊടുക്കുക. ഇവിടെ നമുക്ക് TV 10 യൂണിറ്റേ ഉള്ളൂ. ആക്ച്വൽ സ്റ്റോക്ക് എത്രയാണോ ഉള്ളത് ആ യൂണിറ്റ് മാത്രം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടെങ്കിൽ തുടരെ കൊടുക്കാം. ദെൻ നറേഷൻ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആഫ്റ്റർ ഇൻപുട്ടിങ് the entry, once you enter the physical entry, how to check the stock, then use the stock summary. You look ടെലിവിഷൻ ആണ് 11 സ്റ്റോക്ക് കാണിക്കുന്നത്, അത് ഗ്രൂപ്പാണ്. ഒനിഡ TV ഇപ്പോൾ ഉള്ളത് 10 എണ്ണമാണ്, 22 32 അല്ലേ. ഒനിഡ TV 21 ഒരെണ്ണം, ഇതിട്ട് ടോട്ടൽ 11 നമുക്ക് സ്റ്റോക്ക് സമ്മറി കിട്ടി. ഓക്കെ, ലുക്ക് നെക്സ്റ്റ് വി ടേക്ക് ദി ഫിസിക്കൽ സ്റ്റോക്ക്. Then set display
inventory books. Inventory book select from display menu. Then get the stock journal and physical stock register. Stock transfer in a production entry or manufacturing entry or stock transfer entry. Then put there. Next one, physical stock register. ലുക്ക് നമ്മളിവിടെ ഒരു ഇൻപുട്ട് എൻട്രി ആയിരുന്നിട്ട് എല്ലാ സ്റ്റോക്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഡാമേജ് ഉള്ളതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ ആയ സ്റ്റോക്കുകളിവിടെ ഇൻപുട്ട് ചെയ്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക. വാല്യൂ ഓട്ടോമാറ്റിക് പഴയ വാല്യൂ തന്നെ അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം നമ്മൾ ഗേറ്റ് വ്യൂ ടാലിയിൽ ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുക്കുന്നു. അതിനകത്ത് ഫിസിക്കൽ സ്റ്റോക്ക് ഓൾട്ട് F10 കൊടുത്തെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് മാത്രം ഓരോ ഐറ്റം ബൈ ഐറ്റം ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ്പയറി ഡേറ്റും ബാച്ച് ഡേറ്റും ഒക്കെ കഴിഞ്ഞാണെങ്കിൽ അത് കൊടുത്ത് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് മാറ്റുക. ഒറിജിനൽ സ്റ്റോക്ക് മാത്രം കറക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ. നമ്മളിവിടെ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷനാണ് ചെയ്തത്. അപ്പം നമ്മൾ എക്സ്പയറി ഡേറ്റോ പെരിഷബിൾ തിങ്സോ ഒക്കെ നമുക്ക് മാറ്റണം. സ്റ്റോക്ക് ഡാമേജ് ആയത്, സ്പോയിലേജ് ആയത്, ആക്ച്വൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് സ്റ്റോക്ക് ബുക്കിൽ ഉള്ളത് ഒറിജിനൽ ഫിസിക്കൽ സ്റ്റോക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഡേറ്റ് മുതൽ പിന്നീട് ഈ കൊടുത്ത സ്റ്റോക്കായിരിക്കും നമ്മൾ ആ റെക്കോർഡിലുണ്ടാകുക. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തു, സ്റ്റോക്ക് അതായത് മാനുഫാക്ചറിങ് എൻട്രീസോ ട്രാൻസ്ഫറിങ് എൻട്രീസോ എഴുതാൻ നമ്മൾ സ്റ്റോക്ക് ജേണൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷനകത്ത് ചെയ്യുന്നത്. ലിസൺ, എല്ലാ എൻട്രീസ് നോക്കുക. എൻട്രിയുടെ സ്ക്രീൻ ഈ ടോപ്പിക്ക് ഇത്തിരി വൈകിപ്പോയി, ഒത്തിരി ബിസി ആയിരുന്നു, സുഖമില്ല എന്ന കാരണം കൊണ്ടാണ് വൈകിയത്. ടാലി കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് റിപ്പോർട്ടുകളെല്ലാം എടുക്കേണ്ടത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫോളോ ഓൾ. താങ്ക് യു ഓൾ. ഓക്കെ.